രാജാവും കർത്താവുമായിരിക്കുന്ന യേശുവിൻ്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ യഹോവയിൽ ആശ്രയിക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് സങ്കീർത്തനങ്ങളിലുടനീളം ജീവൻ്റെ ദാതാവായിരിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് ഭക്തന്മാർ അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നു. പ്രത്യേകിച്ച് ദാവീദ് എഴുതിയിരിക്കുന്നു. കാരണം ദാവീദ് അനേക യുദ്ധങ്ങളെ നേരിട്ടിട്ടുള്ള മനുഷ്യനാണ്. ഒറ്റയ്ക്കുള്ള വെല്ലുവിളി, രാജ്യമായുള്ള വെല്ലുവിളി, പലതരത്തിൽ പ്രിയപ്പെട്ടവരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമെല്ലാം വെല്ലുവിളി അനുഭവിച്ച ദാവീദ് പറയുകയാണ്, രഥങ്ങളിലല്ല, കുതിരകളിലല്ല, മനുഷ്യരിലല്ല, പ്രഭുക്കന്മാരിലല്ല, യഹോവയിൽ ആശ്രയിച്ചാൽ യഹോവ നമ്മോട് കൂടെ നിന്ന് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ആ യുദ്ധത്തിൽ ജയിപ്പിക്കും എന്ന് ദാവീദിനൊരു ഉറപ്പുണ്ടായിരുന്നത് പോലെ ഇന്ന് പകൽക്കാലം ഈ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന ഓരോ പ്രിയ ദൈവമക്കളോടും പറയട്ടെ, നിങ്ങൾക്ക് ചുറ്റും കാണുന്നത് ഒന്നിലും ആശ്രയിക്കരുത്, ഒരു വ്യക്തിയിൽ നിങ്ങൾ ആശ്രയിക്കരുത്. കാരണം അവർക്കെല്ലാം നിങ്ങളെ മടുക്കും. എന്നും എപ്പോഴും എല്ലാവർക്കും നിങ്ങളെ സഹായിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. പക്ഷേ എല്ലാ കാലത്തും നിത്യമായ സ്നേഹത്താൽ ആരെല്ലാം മറന്നാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ഒരു നാൾ നമ്മെ കൈവിടാത്ത ആ സ്നേഹവാനായിരിക്കുന്ന പിതാവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിങ്ങളും ഇന്ന് നേരിടുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ആ യുദ്ധം ചെയ്ത് ഒരു നന്മ വരുവാനായി, ഒരു മറുപടി വരുവാനായി, നിങ്ങൾക്ക് ജയം കണ്ടെത്തുവാനായി കർത്താവിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ ആശ്രയിച്ച് വന്ന് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അപ്പ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരിക്കൽ കൂടി അപ്പൻ്റെ സന്നിധിയിലേക്ക് ദൈവമേ അടുത്തു വരുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കുമെന്ന് വചനത്തിൽ പറയുന്നതിന് കർത്താവേ സ്തോത്രം. ഈ ലോകത്തിലുള്ള പലതും ഞങ്ങളെ കുലുക്കുന്നുണ്ട് കർത്താവെ, ഞങ്ങളെ തള്ളിയിടുവാൻ നോക്കുന്നുണ്ട് അപ്പച്ച, ഞങ്ങളെ വീഴിക്കുവാൻ നോക്കുന്നു, വഴുതിക്കളയുവാനും കർത്താവെ തെറ്റിച്ചു കളയുവാനും ഒക്കെ നോക്കുമ്പോൾ ഹല്ലേലൂയ, യഹോവയിൽ ആശ്രയിച്ച് ദൈവമേ ഉറച്ചു നിൽക്കുവാൻ ഒരു പർവ്വതം പോലെ, ഒന്നിനും കുലുക്കി കളയുവാൻ കഴിയാത്തൊരു പർവ്വതം പോലെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, ഒറ്റപ്പെടലിൻ്റെ നടുവിൽ ഒക്കെ ഉറച്ചു നിൽക്കുവാൻ ഈ പ്രിയപ്പെട്ട ദൈവമക്കളെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പച്ച. എത്ര പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് മറുപടി ലഭിച്ചില്ല, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ, ഞങ്ങളെ തള്ളിക്കളഞ്ഞോ എന്നൊക്കെ ദൈവമേ ചിലരുടെ ഹൃദയങ്ങളിൽ ഒത്തിരി ഭാരങ്ങളുണ്ട് അപ്പച്ച. ദൈവമേ അങ്ങ് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കൊണ്ട് കേട്ടിട്ടില്ല, ഒരു ഹൃദയം കൊണ്ട് ഗ്രഹിച്ചിട്ടുമില്ലാത്ത വലിയ നന്മകൾ ഇവർക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്നും വരും നാളുകളിൽ കർത്താവെ അതെല്ലാം ഇവരുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമെന്നും, അല്പകാലത്തേക്ക് ദുഷ്ടൻ പ്രബലനായാലും കർത്താവെ ഇവരുടെ മേൽ ദുഷ്ടന് പിശാചിന് വാഴുവാൻ കഴിയുകയില്ല എന്നും ദൈവമേ വലിയൊരു ഉറപ്പ് ഈ പ്രിയപ്പെട്ടവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, നീതിമാൻ നിർഭയനായിരിക്കും. ദൈവമേ ആരും ഓടിക്കാതെ ദുഷ്ടൻ ഓടിപ്പോകും. ചില ഭവനങ്ങളിൽ കർത്താവെ പിന്നെയും ഭിന്നതകളും കലഹങ്ങളും രോഗവും പ്രതിസന്ധികളും ദൈവമേ മാനസിക തകർച്ചകളും ഒക്കെ ഇട്ട് വാഴുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ, ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്ന പച്ച. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും എന്നുള്ള വചനത്താൽ ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ കർത്താവെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഐകമത്യപ്പെടുന്നു. ചില ഭവനങ്ങളിലുള്ള ദൈവമേ പൈശാചിക പോരുകൾ അകന്നു മാറുവാൻ, ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തി കളയുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ തകർത്ത് കളയുവാനൊക്കെയുള്ള പിശാചിൻ്റെ അജണ്ടകൾ ദൈവമേ അവൻ്റെ തീരുമാനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഉറവിടങ്ങളിൽ തന്നെ തകർന്നു പോകുവാനായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരും അവരുടെ മക്കളും സംരക്ഷിക്കപ്പെട്ടിരിക്കട്ടെ. ഇവർ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവമേ ജ്വലിച്ചുയരുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ, അവിടെ നിന്ന് ഇവരെ എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ചിലരോട് കർത്താവ് പറയുന്നു, ഉറങ്ങുന്നവനെ നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ദൈവമേ അവർക്ക് ചെയ്യുവാൻ പല കാര്യങ്ങൾ ഉണ്ടായിട്ടും ഉറങ്ങിയതുപോലെ മയങ്ങിയതുപോലെ ജീവിതത്തെക്കുറിച്ച് ഉത്തരവാദിത്വമില്ലാതെ ചില പ്രിയപ്പെട്ടവർ ദൈവമേ ആയിരിക്കുന്നു, ഈ പ്രാർത്ഥിക്കുന്നവരുടെ ചില പ്രിയപ്പെട്ടവരായിരിക്കുന്ന പച്ച. ഇവർക്ക് അതിനെക്കുറിച്ച് ഒത്തിരി ഭാരമുണ്ട് ദൈവമേ. മറ്റു പലരും ജീവിതത്തിൻ്റെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് പോലെ ഞങ്ങളുടെ ഭവനത്തിലും ഒന്നായിരുന്നെങ്കിൽ എന്നൊക്കെ ചിലരെക്കുറിച്ച് വിചാരപ്പെടുന്നവർക്കായി സ്വർഗം അത്ഭുതം ചെയ്യണമേ കർത്താവേ. ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നതുപോലെ അലസതകളിൽ നിന്ന്, ഉത്തരവാദിത്വമില്ലാത്ത അവസ്ഥകളിൽ നിന്ന് ചിലർ മടങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച. യേശുവിൻ്റെ നാമത്തിൽ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ പഠനം ദൈവമേ അവർ എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ കർത്താവെ ഭവനത്തിലായിരിക്കുമ്പോഴൊക്കെ അവർക്ക് ഏകാഗ്ര ഹൃദയത്തോടു കൂടി പഠിക്കാൻ അങ്ങ് സഹായിക്കണം. എക്സാം വരുന്ന ദിവസങ്ങളിൽ ശാരീരികമായി ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ ഒന്നും
കൂടാതെ മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ കർത്താവെ അവർക്ക് നന്നായി എക്സാം എഴുതി ജയിക്കുവാൻ അങ്ങ് സഹായിക്കണമേ. മത്സര പരീക്ഷകൾക്കായി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച കുഞ്ഞുങ്ങളുടെ താലന്തുകളെ അവിടെ നിന്ന് വർദ്ധിപ്പിക്കണമേ. ദൈവരാജ്യത്തിന് വേണ്ടി പാടുവാനും ദൈവമേ പ്രാർത്ഥിക്കുവാനും പ്രസംഗിക്കുവാനും ഒക്കെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ പല രീതിയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ അങ്ങ് ഒരുക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേശത്തിൻ്റെ സമാധാനത്തിനായി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ഒരു ദൈവം ദേശമെങ്ങും ദൈവമേ ലോകമെങ്ങും രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന് വേണ്ടി ദൈവമേ പല വെല്ലുവിളികൾ നടത്തുന്ന സ്തോത്രം. ദൈവമക്കൾക്ക് വിരോധമായി പിശാച് ദൈവമേ വളരെ കെണിയും ദൈവമേ നിയമങ്ങൾ ഒക്കെ ഒരുക്കുമ്പോൾ ഹാലലൂയ അതിൻ്റെ മക്കളെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹാലലൂയ കർത്താവെ. പലരും ദൈവത്തെ ആരാധിക്കുന്നതിനിടയിൽ കൂട്ടമായി ജനത്തെ ദൈവമേ ദുഷ്ടന്മാർ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോകുന്നു കർത്താവെ. അവിടെയെല്ലാം ദൈവത്തിൻ്റെ നീതി ഇറങ്ങി വെളിപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയിലുകളിലൊക്കെ പോയ ചില സഹോദരങ്ങളെല്ലാം അവിടെ നിന്ന് വിടുവിച്ച കൃപയ്ക്കായി നന്ദി അപ്പച്ച. സ്തോത്രം. ഇന്ന് പകൽക്കാലവും രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ ചെറുതും വലുതുമായിരിക്കുന്ന വേദനകൾ, രോഗങ്ങൾ, സർജറികളൊക്കെ കർത്താവെ അവിടെ നിന്ന് സൗഖ്യമാക്കണമേ. ചില സർജറികൾ, അനാവശ്യമായിരിക്കുന്ന സർജറികൾ നീങ്ങിപ്പോകട്ടെ പച്ച. ദൈവമേ സ്തോത്രം ചെയ്യുന്നു. ചിലതെല്ലാം സർജറി പറഞ്ഞു ഫർദറായി ടെസ്റ്റുകൾ നടത്തുമ്പോൾ അതൊന്നും അവിടെ ഇല്ല എന്ന് കേൾക്കുവാൻ ദൈവമേ അവിടെ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഷുഗർ കംപ്ലൈൻറ്റുകൾ നീങ്ങിപ്പോകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവെ. അതിൻ്റെ ബലഹീനതകൾ വിട്ടുമാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായിരിക്കുന്ന ഒരു വിടുതൽ ഓരോ ഭവനങ്ങളിലും സംഭവിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. കിടരോഗികൾ കർത്താവെ സ്തോത്രം, വാർദ്ധക്യത്തിലായിരിക്കുന്നവർ ദൈവമേ എഴുന്നേറ്റിരുന്നൊന്നും ചെയ്യുവാനോ കർത്താവെ ഭക്ഷണം കഴിക്കുവാനോ ദൈവമേ ഓർമ്മകളില്ലാതെ ബുദ്ധിക്ക് ദൈവമേ സ്ഥിരതയില്ലാതെ ഒക്കെ ദൈവമേ മറ്റുള്ളവർക്കൊരു ഭാരം ദൈവമേ അവരാകാതെ വണ്ണം കർത്താവെ അവിടെ നിന്ന് ദൈവമേ ഓരോരുത്തരെയും ഉള്ളം കയ്യിൽ എന്നതുപോലെ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നരയ്ക്കുവോളം ചുമക്കാമെന്ന് അള്ളി ചെയ്തിരിക്കുന്ന ദൈവം ഓരോ പ്രിയ മക്കളെ അവിടെ നിന്ന് കരുതണമേ അപ്പച്ച. ഭവനങ്ങളില്ലാതെ ദൈവമേ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഭവനങ്ങളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവമേ അവിടെ നിന്ന് സഹോദരന്മാരെ സഹോദരിമാരെ കുടുംബങ്ങളെ ഒക്കെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ അപ്പച്ച. യാത്രകളിലെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേക സംരക്ഷണവും കാവലും കരുതലും കൂടെ ഇരുപ്പാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൂതന്മാർ ദൈവമേ മുൻപടയായി പിൻപടയായി ഓരോ വ്യക്തികൾക്ക് ഓരോ ഭവനങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കട്ടെ പച്ച. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ. 1 പത്രോസ് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് നാം ഈ വായിച്ചു കേട്ടത്. ദൈവമക്കളുടെ അവകാശമാണ്. നാം ദൈവത്തിൽ ആരാകുന്നു എന്നുള്ളതിൻ്റെ ഉറപ്പാകുന്നു ഈ വചനം. കാരണം പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് നാം തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അവിടെ അബ്രഹാമിൻ്റെ സന്തതിയായിരുന്ന മോശ മുഖാന്തരം ഈജിപ്തിൽ നിന്ന് വിളിച്ചു വേർതിരിച്ച് അല്ലെങ്കിൽ അവിടെ നിന്ന് വാഗ്ദത്ത കനാനിലേക്ക് വന്ന് ആ കർത്താവ് താൻ കൊടുത്ത ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് പരിച്ഛേദന കഴിച്ച് ദൈവത്തെ ആരാധിക്കുന്ന യഹൂദ ജനമല്ലാത്ത മറ്റൊരു ജനവും ദൈവത്തിൻ്റെ ജനം ആയിരുന്നില്ല. അവരിൽ നിന്ന് മാത്രമേ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇസ്രായേലിന് എഴുന്നേറ്റിട്ടുള്ളൂ. അല്ലെങ്കിൽ ദൈവം അഭിഷേകം ചെയ്തത് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ഒക്കെ ആയിരുന്നു. മറ്റാർക്കും ദൈവത്തിൻ്റെ ജനമായി മാറുവാൻ പഴയ നിയമ കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഹല്ലേലൂയ. ആ അവസ്ഥയിൽ നിന്നാണ് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് എഴുതിയിരിക്കുന്ന: നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. അപ്പോൾ നാം ആരാണ് പ്രിയപ്പെട്ടവരെ? നാം ഒരു നാളിൽ ഇരുട്ടിൽ കഴിഞ്ഞവരാകുന്നു, പാപത്തിൻ്റെ ഇരുട്ടിൽ കഴിഞ്ഞവരാകുന്നു, മരണത്തിന് അധീനരായിരുന്നു, സകല രോഗങ്ങൾക്കും ശാപങ്ങൾക്കും അധീനപ്പെട്ട് കിടന്ന നമ്മെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ച് തൻ്റെ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്ത് ഇപ്പോൾ ആരാക്കിയിരിക്കുന്നു? ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ, സ്വന്തം ജനം, വിശുദ്ധ വംശം. ഹല്ലേലൂയ. നമ്മെക്കുറിച്ച് ലോകം പലത് പറഞ്ഞാലും ദൈവം പറയുന്നു നിങ്ങൾ വിശുദ്ധ വംശമാകുന്നു.
ദൈവത്തിൻ്റെ സ്വന്തം ജനമാകുന്ന ഒരു പ്രത്യേക ജാതിയായി ദൈവം നമ്മെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് ശുശ്രൂഷ ചെയ്യേണ്ടുന്നവരും മറ്റുള്ളവർക്കായി ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടവരും മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടവരുമാകുന്നു നാം. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് പകൽക്കാലവും ജീവിതത്തിൽ നമ്മെക്കുറിച്ച് തന്നെ എവിടെയൊക്കെയോ നമുക്ക് താഴ്ന്ന അവസ്ഥയിലാണ് നാമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ജനമാണ്. നിങ്ങൾ ദൈവത്തിന് വളരെ പ്രഷ്യസും ദൈവത്തിന് നിങ്ങൾ വളരെ വിലയേറിയവരും മാന്യരുമാകുന്നു. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയ മാന്യതയ്ക്കൊത്തവണ്ണം ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ ജനമായി, ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി പ്രാർത്ഥനയിൽ ലോകത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടവിൽ നിൽക്കുവാൻ, വൻകാര്യങ്ങളെ ചെയ്യുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.